അഞ്ചരക്കണ്ടിയിലെ മെഡിക്കൽ വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണത്തിൽ നടുങ്ങിയിരിക്കുകയാണ് കേരളം. ആരാണ് ഉത്തരവാദി? അതൊരു ആത്മഹത്യയാണെന്ന് പോലീസ് വിധി എഴുതിയാലും അങ്ങനെയാണ് ശ്രമങ്ങൾ നടക്കുന്നത്. അങ്ങനെയാണെങ്കിലും നിതിൻ രാജിൻ്റെ കുടുംബം, തിരുവനന്തപുരത്തെ ആ കുടുംബം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കോളേജിൽ തൻ്റെ മകനേറ്റ പീഡനങ്ങൾ തന്നെയാണ്. റാഗിംഗ് ആണോ? അല്ല. തൃശ്ശൂർ വെറ്റിനറി കോളേജ് സംഭവിച്ചതുപോലെയുള്ള റാഗിംഗ് അല്ല. പക്ഷേ അധ്യാപകനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ഘടകം. എന്തായാലും നടപടി കൃത്യമായി ലഭിക്കുന്നുണ്ട്. സംസ്ഥാനം ഈ വിഷയത്തിൽ കൈയൊഴിഞ്ഞെങ്കിലും അതൊരു ആത്മഹത്യയാണെന്ന് പോലീസ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിതിൻ രാജിൻ്റെ ആത്മഹത്യാ കേസിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ ഇതാ കേസെടുത്തിരിക്കുന്നു. 5 ദിവസത്തിനകം നടപടികൾ പൂർത്തിയായിരിക്കണം. എന്തൊക്കെ എടുത്തുവെന്ന് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന DGPക്കാണ് ഇപ്പോൾ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും DGP ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് മൊണാലിസയുടെ കേസിൽ. അപ്പോൾ കമ്മീഷന് മുന്നിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ വിവരം കൂടി നൽകിയാൽ ഒറ്റ യാത്രയ്ക്ക് എല്ലാം തീർക്കാം. BJP സംസ്ഥാന സെക്രട്ടറി P. ശ്യാംരാജാണ് ഈ സംഭവം ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇതേ തുടർന്ന് കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. അതിക്രമം തടയൽ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം എന്തെല്ലാം നടപടി എടുത്തോ അതിന് വിശദമായ റിപ്പോർട്ട് നൽകാനാണ് DGPയുടെ നേരിട്ട് നൽകാനാണ് ഇപ്പോൾ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്നു നിതിൻ രാജ്. ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിലുമൊക്കെ അധ്യാപകരിൽ നിന്നും രൂക്ഷമായ അധിക്ഷേപം നേരിട്ടു. അതിന്റെ മനോവിഷമത്തിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് പ്രേരണക്കുറ്റം അധ്യാപകർക്കെതിരെ ഉണ്ടാകും. കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടായേക്കാം എന്നാണ് സൂചനകൾ. വിദ്യാർത്ഥികൾ നൽകുന്ന മൊഴിയും ഈ റാം എന്ന അധ്യാപകനെതിരെയാണ്. ബോഡി ഷേമിംഗ്, കടുത്ത ബോഡി ഷേമിംഗ് നടന്ന പതിവാണ്. പെൺകുട്ടികളെ തല്ലാൻ ആൺകുട്ടികളെ നിർബന്ധിക്കും. പിന്നെ നിതിൻ്റെ മരണത്തിൽ ആരോപണ വിധേയനായ ഇതേ ഡോക്ടർ റാം, പിന്നെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത, ഇവരെ പ്രതിയേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 2 കേസെടുത്തിട്ടുണ്ട്. ഒന്ന് പട്ടികജാതി അട്രോസിറ്റി പ്രകാരം, ഒന്ന് ആത്മഹത്യാ പ്രേരണയിലും. നിറത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളെ കോളേജിൽ അധിക്ഷേപിക്കുന്നത് പതിവാണ്. ഇതിനെതിരെ ഡീൻ പരാതി നൽകിയിട്ടുണ്ട് ചില വിദ്യാർത്ഥികൾ. പക്ഷെ അതൊന്നും പുറത്തു വന്നിട്ടില്ല. അതിന്റെ വിവരങ്ങൾ അറിയില്ലെന്നാണ് പരാതിപ്പെട്ട വിദ്യാർത്ഥിനികൾ പിന്നെ പറയുന്നത്. ബ്ലാക്കി, വൈറ്റി, ഇങ്ങനെയൊക്കെയാണ് ഇവർ വിദ്യാർത്ഥികളെ വിളിക്കുന്നത്. ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളെ പേരിട്ട് തരംതിരിച്ച് വിളിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അധ്യാപകൻ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ BDS കോളേജാണ്, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണ്. പെൺകുട്ടികളെ തല്ലാൻ ആൺകുട്ടികൾക്ക് നിർദ്ദേശം നൽകുന്ന ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ്? തിരിച്ച് പ്രതികരിക്കാൻ കഴിയില്ലെന്ന് വിദ്യാർത്ഥികൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇന്റേണൽ മാർക്ക് കുറയും, പ്രാക്ടിക്കൽ മാർക്ക് കുറയും. അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ മൊത്തം മാർക്കും കുറയ്ക്കും എന്ന് മുഖത്ത് നോക്കി പരസ്യമായി ഭീഷണിപ്പെടുത്താറുണ്ട് അധ്യാപകർ. എല്ലാ അധ്യാപകർക്കും പ്രശ്നമില്ല, പക്ഷേ 1-2 അധ്യാപകർക്ക് ഈ പ്രശ്നമുണ്ട്. പരീക്ഷയിൽ വ്യക്തമായി തോൽപ്പിക്കുമെന്ന് ഭീഷണിയുണ്ട്. ബ്ലാക്കുകൾ തോൽക്കും, വൈറ്റുകൾ ജയിക്കുമെന്നാണെങ്കിൽ എന്താണ് ഇത്? കേരളമാണോ അതോ മറ്റേതെങ്കിലും ആഫ്രിക്കൻ രാജ്യമാണോ അതോ അമേരിക്കയാണോ? പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ച് അധിക കാലമായിട്ടില്ല. കോളേജ് അധികൃതരുടെ മൗന അനുഭവത്തിലുള്ള റാഗിംഗ് ആണെന്ന് SFI കുട്ടികളുടെ റാഗിംഗ്. അതെ, അന്ന് അവർ പറയുന്നത് SFIയിലെ കുട്ടികൾ, അവർ റാഗ് ചെയ്തവരെല്ലാവരും അകത്തായി. എന്തുകൊണ്ടാണ്? BJP അടക്കം ശക്തമായ ഒരു പ്രക്ഷോഭത്തിന് തുടക്കമിട്ടപ്പോഴാണ്. ഇവിടെ നിതിൻ രാജ് നേടി വന്ന ജാതി അധിക്ഷേപങ്ങളെ കുറിച്ച് നിഷ്പക്ഷമായ അന്വേഷണമാണ് വേണ്ടത്. BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തത് കൊണ്ട് മാത്രം കാര്യം അവിടെ തീരുന്നില്ലെന്ന് ജനം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തക്കതായ ശിക്ഷ അവർക്ക് ലഭിച്ചിരിക്കണം. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ കേരളത്തിൽ ഇനിയും നീതി ഉറപ്പാക്കാനായില്ലെങ്കിൽ പിന്നെ എന്ത് തുടർ ഭരണം, എന്ത് സർക്കാർ? വിവേചനത്തിന്റെയും പീഡനത്തിന്റെയും പേരിൽ വിദ്യാർത്ഥികൾ, അതും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾ, അവർ ഇനിയും പീഡനങ്ങൾക്ക് ഇരകളാകുകയാണ്. അധിക്ഷേപങ്ങളും മാനസിക പീഡനങ്ങളും അവരുടെ പഠനത്തെ തളർത്തുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? സംസ്ഥാന സർക്കാർ തന്നെ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ട് മിണ്ടുന്നില്ല? പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിന് പിന്നിൽ ലോൺ ആപ്പാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ചില അധ്യാപകരുണ്ട്. അവരുടെ വീട്ടിലും കുട്ടികളുണ്ട്, അവരുടെ ബന്ധുക്കൾക്കും കുട്ടികളുണ്ട്. സ്വന്തം അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നിതിൻ രാജ് ഒരു ലോൺ ആപ്പ് എടുത്തത്. അതിന്റെ ഏജന്റുമാർ ഒരു അധ്യാപികയെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന അധ്യാപകരുടെ ചില മൊഴികൾ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അവർ നിതിൻ രാജിന്റെ വീട്ടിൽ ഈ കാര്യം അറിയിച്ചില്ല? ഈ
ലോൺ ആപ്പുകാർ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന അധ്യാപിക എന്തുകൊണ്ട് നിതിൻ രാജിന്റെ പേരൻസ് ആ കോളേജിലെ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ബുക്കിലുണ്ട് പേരൻസിന്റെ നമ്പർ. എന്തെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ പേരിൽ അച്ചടക്ക ലംഘനം ഉണ്ടായാൽ നേരെ എടുത്ത് വിളിക്കുന്ന ആ നമ്പറിലൊന്ന് വിളിച്ച് ഇതാണ് സംഭവം എന്ന് പറയാനെങ്കിലും ഇവർ തയ്യാറാകണ്ടേ? അപ്പോൾ നിതിൻ രാജിന്റെ മരണത്തിന് ശേഷമാണ് ലോൺ ആപ്പ് എന്നൊരു കഥ മെനയുന്നത്. പട്ടികജാതി കമ്മീഷൻ ഈ കാര്യവും അട്രോസിറ്റികളിൽ ഈ കാര്യവും അന്വേഷിക്കാൻ വ്യക്തമായി സംസ്ഥാന DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൊണാലിസയെ ശൈശവ വിവാഹം കഴിച്ച ഫർമാൻ ഖാനും ആ വിവാഹം നടത്തിക്കൊടുത്തവർക്കുമെതിരെ കേസ് എടുത്തിട്ടുണ്ട് ദേശീയ പട്ടിക വർഗ കമ്മീഷൻ. അപ്പോൾ DGP നേരിട്ട് ഹാജരാകണമെന്നാണ് കമ്മീഷന്റെ ഉത്തരവ്. അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ട് കൂടി 5 ദിവസത്തിനകം ഈ നിതിൻ രാജിന്റെ വിഷയത്തിൽ റിപ്പോർട്ട് നൽകണം. അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ട് കൂടി DGP കയ്യിൽ കരുതുന്നതാകും ഭംഗി. കാരണം ഒരു 2 യാത്ര ഒഴിവാക്കാം. എന്തായാലും കേരളത്തിൽ ഇപ്പോഴും പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ദളിത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിവേചനം നേടേണ്ടി വരുന്നു എന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. സ്വാമി വിവേകാനന്ദനിലേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്നുകൂടി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസുകളിലും പൊതുനിരത്തുകളിലും എഴുതി വയ്ക്കേണ്ടത് വീണ്ടും അനിവാര്യമായി വന്നിരിക്കുന്നു. ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, താനിപ്പോൾ കാവൽ മന്ത്രിസഭയിലെ മന്ത്രിയാണെന്ന തരത്തിൽ ഇപ്പോൾ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയായതുകൊണ്ട് വിഷയം തന്റെ തലയിൽ നിന്നും ഒഴിഞ്ഞു പോയല്ലോ എന്ന ആശ്വാസത്തിലാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. അങ്ങനെ മന്ത്രിമാർക്കും ഭരണകക്ഷിക്കും സർക്കാരിനുമൊന്നും ഈ നിതിൻ രാജിന്റെ മരണത്തിൽ ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കേസെടുത്തിരിക്കുന്ന ദേശീയ പട്ടികവർഗ കമ്മീഷനാണ്. എന്തായാലും നിതിൻ രാജിന്റെ കുടുംബത്തിനെങ്കിലും നീതി കിട്ടണം. ആ കോളേജിലെ മറ്റു കുട്ടികളെയെങ്കിലും ഇനി ബ്ലാക്കി, വൈറ്റി, ക്രോക്രോച്ച്, പിന്നെ സ്കിന്നി, ഇതൊക്കെയാണ് ആ HODയുടെ കുട്ടികളെ വിളിക്കുന്ന വിളിപ്പേരുകൾ. ഓമനത്തുമുള്ള പേരുകളെ അദ്ദേഹത്തിന് തോന്നുമായിരിക്കും. പക്ഷെ ഇത്രയും വംശീയത്വര മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒരു മനുഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ പോലും കാണില്ലെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നത്.